ഇതുപോലൊരു കോർഡിനേറ്റീവ് ഫംഗ്ഷൻ തന്നാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കും? എക്സ് അതിലെങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ജിയോമെട്രിക് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇതിപ്പോൾ x² - 3x + 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് എവിടെ ഈ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നോ അത് ആ 2 പോയിന്റ്സ്, ഇവിടെ ഇത് 2 സ്ഥലത്താണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പോയിന്റ്സ് ആയിരിക്കും ഇതിൻ്റെ റൂട്ട്. നമുക്ക് ഇത് അല്ലാതെ നമുക്ക് അനാലിറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 2 സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ -b + or -√(b² - 4ac/2) എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ബേസിക്കലി അത് ഇതാണ് മീൻ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ എക്സസിൽ മീറ്റ് ചെയ്യേണ്ടത് എവിടേക്കാണ്, അതായത് y0 ആയിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് നമുക്ക് അതിനുള്ള ഫോർമുലയൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇപ്പോൾ x² പകരം x⁵5 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രാക്ടിക്കലി എളുപ്പമല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ഇമ്പോസിബിൾ ആണ്, തിയററ്റിക്കലി ഇമ്പോസിബിൾ ആണ്. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അനാലിറ്റിക്കൽ മെത്തേഡ്സ് അങ്ങനെയുള്ള കേസിൽ പോസിബിൾ അല്ല. അപ്പോൾ ഓൺലി പോസിബിൾ മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് പോലെയുള്ള മെത്തേഡ്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ 4 എന്ന് പറഞ്ഞ പോയിന്റ് ക്ലിക്ക് ചെയ്തു, എടുത്തു, ആ സ്ഥലത്തുള്ള ഇതിൻ്റെ ഹൈറ്റ് നോക്കി. നമുക്ക് എവിടേക്കാണ് ഹൈറ്റ് 0 ആണ് ആവുന്നത്. അപ്പോൾ 0 എന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് 0 ആവുമ്പോൾ ആ ഓപ്പറേഷൻ നിർത്തുക. അങ്ങനെ അപ്പോൾ കിട്ടുന്ന ആ വാല്യൂ നമുക്ക് എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന എന്ത് ഓപ്പറേഷനാണ് നമ്മൾ എവിടെ നിന്ന് എടുത്താലും, അടുത്തുനിന്ന് എടുത്താലും വലത്തുനിന്ന് എടുത്താലും സെയിം ഒടുക്കി വരുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ ജസ്റ്റ് +1 ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇവിടെയാണെങ്കിൽ അത് +1 കൂടിയിട്ട് ഇതിലേക്കെത്തും. ഓക്കെ, ശരിയാണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ +1 കൂടി വലത്തോട്ട് പോകും, ഒരിക്കലും എത്തില്ല. അപ്പോൾ അത് ഇൻഫിനിറ്റിലേക്ക് പോകും. നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ഒരു എൻഡിങ് ചെയ്യാത്തൊരു പ്രോഗ്രാം ആവും. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും തിരിച്ച് ഈ ഫംഗ്ഷൻ 0 ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് എത്തണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ടൊരു കൺസെപ്റ്റാണ്. അതായത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ ആ ടാൻജൻ്റ് ആണ് അവിടുത്തെ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡെറിവേറ്റീവ് ഞാൻ വരച്ചു. ആ ഒരു എ എന്ന് പറയുന്നൊരു പോയിന്റിലെ സ്ലോപ്പാണിത്. അപ്പോൾ ഓരോ പോയിന്റിനും ആ സ്ലോപ്പ് ഉണ്ട്. അതാണ് ഈ ലൈൻ്റെ, ഈ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ഓക്കെ, ഞാൻ നേരത്തെ ടാൻജന്റ് ലൈനാണെന്നാണല്ലേ പറഞ്ഞത്. ഓക്കെ, ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4ൻ്റെ അടുത്തുള്ള ഒരു പോയിന്റിൽ നമ്മൾ തുടങ്ങി, ഇനീഷ്യൽ ഗസ് ആണിത്. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് എങ്ങനെ 0 എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് എത്താൻ പറ്റും? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് 2ലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാലും 2ലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വെച്ചാലും ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ y0 വരുന്ന ഈ പോയിന്റിലേക്കാണ്, റൂട്ടിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഏത് പോയിന്റിൽ ഇരുന്നോട്ടെ ഈ ഡെറിവേറ്റീവിൻ്റെ ഈ ടാൻജന്റ് ലൈനെ എപ്പോഴും അങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയിൽ നിന്ന് താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഈ സെഗ്മെന്റ് എ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് b. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്തു, അപ്പോൾ അതിൻ്റെ a എന്ന് പറയുന്നത് f(x) ആണ്, അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്മോൾ എന്ന് പറയുന്നതാണ് ആ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ആ എക്സിനെ, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള എക്സ്, അപ്പോൾ ആ എക്സിനെ ഈ b കൊണ്ട് കുറയ്ക്കണം, എന്നിട്ട് ഇവിടെ എത്തണം. എന്നിട്ട് വീണ്ടും അവിടെ എത്തിയിട്ട് വീണ്ടും അവിടുത്തെ സ്ലോപ്പ് കൊണ്ടിട്ട് വീണ്ടും ആ b കൊണ്ട് വീണ്ടും കുറയ്ക്കണം, വീണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂട്ടിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ b എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് a/b ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും a/, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? a/b ആണ് എന്ന് പറയുന്നത് b ആണ്. അപ്പോൾ a/, സ്ലോപ്പ് എന്ന് പറയുന്നത് b ആണ്. അതായത് b ആണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു എക്സ് എടുത്ത് കഴിഞ്ഞാൽ എത്ര കുറയ്ക്കണം എന്നറിയണം. എത്ര കുറച്ച് b കുറച്ചാലാണ് ഇവിടെ എത്തുക. ഇത് വീണ്ടും b കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ റൂട്ടിലേക്ക് എത്താറ്. അപ്പോൾ b ആണ് നമുക്ക് അറിയേണ്ടത്. b എന്ന് പറയുന്നത് a/, സ്ലോപ്പ് ആണ്. a/, സ്ലോപ്പ്. അപ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ. എക്സ്, ഇത് എക്സ് ആണെങ്കിൽ f(x) ആണ് a. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് g(x). ഞാനിപ്പോൾ f(x)ന്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ ഈ കേസിൽ അത് 2x - 3 ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് f(x/g(x) ചെയ്തിട്ട് അത് ആ വാല്യൂവിനോട് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മൈനസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കിട്ടും. അപ്പോൾ നമുക്കത് പൈത്തണിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡെഫിനീഷൻ ഓഫ് f(x) റിട്ടേൺ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ x² - 3x + 2. ഓക്കെ, ഇനി നമുക്ക് g(x) ഡിഫൈൻ ചെയ്യണം. g(x) എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ കൊടുത്താലും അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് g(x). ഇവിടെ ഈ കേസിൽ എൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x 2 × x
-3 ഇൻറ്റു ഇടാൻ മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽ ഗസ് നമുക്ക് യൂസറിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ പല ഫംഗ്ഷനും പല ഇനീഷ്യൽ ഗസ് ആയിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കേസിലും ചോദിക്കണം. അപ്പോൾ നമുക്ക് അതിന് ഇനീഷ്യൽ ഗസ്സിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ഇനീഷ്യൽ ഗസ്. ഓക്കെ, പക്ഷേ ഇത് ഇൻപുട്ടിന് നമുക്ക് ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് ഓഫ് ഇനീഷ്യൽ ഗസ്. ഓക്കെ, എക്സ് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ഒരു വൈൽ ലൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്മൾ ആ ഫംഗ്ഷന്റെ വാല്യൂ 0 ആവുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഈ ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എ ആണ്, ഈ ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് 0 ആവുന്നവരെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഹൈറ്റ് 0 ആകുമ്പോഴാണ് നമ്മൾ ഇവിടേക്ക് എത്തുക, അപ്പോഴാണ് നമ്മൾ റൂട്ടിലേക്ക് എത്തുക. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ 0 എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരിക്കലും 0 അല്ല. അടുത്തടുത്ത് 0ന്റെ അടുത്ത് 0.00 ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വളരെ ചെറിയ സംഖ്യ കൊടുക്കാം 0ന് പകരം. നമുക്ക് എത്ര മാത്രം പ്രിസിഷൻ വേണോ അതിനനുസരിച്ചുള്ള സംഖ്യ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 10⁻⁻7 കൊടുക്കാം. 10⁻⁻7 ഇതിൽ പൈത്തണിൽ കൊടുക്കുന്നത് 1e−7 എന്നാണ്. ഇ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ. അപ്പോൾ 1e എന്ന് പറയുമ്പോൾ 10⁻⁻7 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1 × 10⁻⁻7. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഫംഗ്ഷൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം എത്ര എന്ത് ഓപ്പറേഷൻ ചെയ്താലും ഒരിക്കലും എപ്പോഴും 0നേക്കാളും നെഗറ്റീവിലേക്ക് ഓൾറെഡി നെഗറ്റീവിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും അതിലേക്ക് നമുക്ക് വിചാരിക്കുന്ന വാല്യൂക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് എടുക്കണം എഫ് ഓഫ് എക്സിന്റെ. ആ ഹൈറ്റ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഡയറക്ഷൻ മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ഒരു ലൂപ്പ് ചെയ്യണം. എന്താണ് ലൂപ്പ് എന്ന് പറയുന്നത്? എക്സ് ബിയോണ്ട് അതിനെ കുറയ്ക്കണം, എക്സിനെ കുറയ്ക്കണം. അപ്പോൾ എക്സ് -0, അതായത് ഇൻക്രിമെന്റലി ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. മൈനസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇൻക്രിമെന്റലി നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ് എത്ര വാല്യൂ കൊണ്ട് കുറയ്ക്കണം? ബി കൊണ്ട് കുറയ്ക്കണം. ബി എന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. നമ്മൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. സാധാരണ സ്ലാഷ് തന്നെ പൈത്തണിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യണം ഈ വാല്യൂ, റിസൾട്ട് പ്രിന്റ് ചെയ്യണം. റിസൾട്ട് എന്താണ്? അതാണ് നമ്മുടെ എക്സ്. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, അത് എന്തോ സിൻറ്റെക്സ് ഉണ്ട്. ഓ 3x 3 × x ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നതാണ്. ഓക്കെ, അതെനിക്ക് മിക്കവാറും മിസ്റ്റേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ e⁻⁻7 എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓ ഗായ്സ്, മണിക്കൂറുകൾക്ക് ശേഷം പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചത്. ഈ സിമ്പിൾ ഇവിടെ ഒരു കോളൻ ഇട്ടില്ല, അതാണ്. സേവ് ചെയ്തു, റൺ ചെയ്തു, യാ വർക്കിംഗ്. ഓക്കെ, ഞാനിപ്പോൾ ഇനീഷ്യൽ ഗസ് കൊടുക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 2.4 കൊടുക്കാം. ഇതിലേക്ക് എത്തണം നോക്കാം. 2ലേക്ക് എത്തുന്നതാണ് ഇതിൽ നിന്ന്, ഗ്രാഫിൽ നിന്ന് കണ്ടത് 2ലേക്ക് എത്തണം നോക്കാം. 4 എൻ്റർ. അപ്പോൾ ആദ്യം 2.8ലേക്ക് എത്തി, പിന്നെ 2.2, അങ്ങനെ 2ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഈ കോഡ് വർക്കാവുന്നുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഓരോ സ്റ്റെപ്പും കാണിക്കാം. അതായത് ഓരോ ഇറ്ററേഷനിലും ആദ്യം ഡെറിവേറ്റീവ് എത്രയാണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, എഫ് ഓഫ് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്ററേഷൻ, അതായത് ഇവിടെ i = ആദ്യം 0 കൊടുക്കാം. ഇനി ഓരോ സ്റ്റെപ്പിലും i കൂടും. അപ്പോൾ ഇറ്ററേഷൻ അടുത്തത് ആദ്യം 0 ആണെങ്കിൽ പിന്നെ ഫസ്റ്റിൽ 1 ആവും. അങ്ങനെ പിന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇറ്ററേഷൻ കൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് അല്ല, നമ്മുടെ ഇതിനെന്താ പറയാ ഈ സാധനത്തിന്? ഇൻവേർട്ടഡ് കോമ എന്നല്ല പറയാ. അല്ല, അതാ ഇൻവേർട്ടഡ് കോമ. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, ഇതിനൊരു ആളും. ഓക്കെ, ഇൻവേർട്ടഡ് കോമയുടെ പുറത്ത് ഇങ്ങനെ ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് ഇതിൽ കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് i കൊടുക്കണം, ഇറ്ററേഷൻ. പിന്നെ നമ്മുടെ റൂട്ട് x കൊടുക്കണം. പിന്നെ എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസ്.
ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഡബിൾ ഈ മറ്റേ എന്താ പറയുക കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ 0 എടുത്തു വിചാരിക്കാം. അപ്പോൾ ഈ 0ക്ക് പകരം ഈ I വരും. പിന്നെ നമ്മൾ 1 ഇടുമ്പോൾ ഈ 1ന് പകരം ഈ X വരും, രണ്ടാമത് എടുത്ത് കൊടുത്തത് വരും. അതുപോലെ 2 ഇടുമ്പോൾ മൂന്നാമത് കൊടുത്തത് അത് വരും. അങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ. ഇനി ഇതിൽ ഈ ഫസ്റ്റ് I കാണിക്കുമ്പോൾ അതൊരു ഡെസിമലാണ്. അപ്പോൾ നമുക്ക് D കൊടുക്കാം, കാരണം അത് ഓട്ടോമാറ്റിക്കലി 1 2 3 എടുത്തിട്ട് ഓരോ സ്റ്റെപ്പിലും വരുത്തിക്കോളും. ഡെസിമലിൽ D ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തേൽ എന്താണ് വരിക, X വരും. അപ്പോൾ Xന് എത്ര ഡിജിറ്റ്സ് പ്രിസിഷൻ നമുക്ക് വേണം നോക്കാം. നമുക്ക് 5 ഡിജിറ്റ്സ് മതി. അപ്പോൾ 0 കഴിഞ്ഞിട്ട് 0.8 എത്ര 5 ഡിജിറ്റ്സ് വേണം, 5 വേണം. അത് ഫ്ലോട്ട് ആയിരിക്കണം, ഫ്ലോട്ട് വാല്യൂസ് ആണ് വേണ്ടത്. നമുക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്, ഫ്ലോട്ടാണ് വേണ്ടത്. പക്ഷേ നമുക്ക് മൂന്നാമത്തേൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് വളരെ ചെറുതൊക്കെ വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യലിൽ അത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10.3 എന്ന് കൊടുക്കുക. അതിൽ 0.3 എന്ന് പറയുമ്പോൾ 0.83 ഡിജിറ്റ്സ്, പിന്നെ എന്ന് കൊടുക്കണം എക്സ്പോണൻഷ്യലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ 10 എന്ന് കൊടുക്കുമ്പോൾ അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് എത്തുന്നുണ്ട് ആ വാല്യൂയിലേക്ക്. അപ്പോൾ ബേസിക്കലി കഴിഞ്ഞു. നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനൊന്ന് ഫോർമാറ്റ് ചെയ്തൊന്ന് വൃത്തിയാക്കാം. കാരണം ഓരോ ഇറ്ററേഷൻ നമുക്ക് ഇത്ര കാണിക്കാം. അപ്പോൾ ഇറ്ററേഷൻ എത്രയെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ വാല്യൂ കാണിക്കാം. അതുപോലെ രണ്ടാമത്തെ വാല്യൂ റൂട്ട് ഇത്രയെന്ന് പറഞ്ഞ് കാണിക്കാം. പിന്നെ മോഡ് ഓഫ് എഫ് ഓഫ് എക്സ് അതാണല്ലോ മൂന്നാമത്തെ വാല്യൂ. അപ്പോൾ അത് ഇത്രയെന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ ജസ്റ്റ് അത് എന്താണോ കാണിക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ വേറെ ഇൻവെർട്ടഡ് കോമയുടെ ആവശ്യമില്ല, ഓൾറെഡി പുറത്ത് മെയിൻ കോമയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാം.